കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തൊഴാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ആ ഉച്ചപൂജ കണ്ടു തൊഴാം. ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം ആദ്യം തന്നെ നമുക്ക് ആ ഗണപതിയെ കണ്ടു തൊഴാം. ആ ഗണപതിയെ കണ്ടു തൊഴുതിട്ട് വലിയ കിഴക്കേ നടയിലെ ഗണപതിയെ കണ്ടു തൊഴുത് നേരെ നമുക്ക് ഗോപുരം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരാം. അങ്ങനെ വരുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കുക. അങ്ങനെ നേരെ പോരുക. നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. എന്താ വെച്ചാൽ നേരെ കൊടിമരം വഴിയാണ് വിടുന്നത്. കുചേല ദിനം കൂടി ആയതുകൊണ്ടേ വളരെ തിരക്ക് കൂടുതലാണ്. അവൽ സമർപ്പിക്കാനുള്ള ക്യൂ കൂടുതലുണ്ട്. മൊത്തത്തിൽ നല്ല തിരക്കാണ്. കൊടിമരം വഴി തന്നെയാണ്. നെയ്വിളക്കിൻ്റെ ക്യൂ ഉണ്ട്, ടോക്കൻ്റെ ക്യൂ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് ശ്രീലകത്തേക്ക് നോക്കി വരാം. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ശ്രീലകത്ത് കാണാനുള്ളത്. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ചതുർബാഹുവായ ആ വിഗ്രഹത്തിൽ ഇന്നത്തെ കളഭം കൊണ്ടുള്ള അലങ്കാരം കൃഷ്ണനും കുചേലനുമാണ്, സുദാമാവുമാണ്. രണ്ട് സഹപാഠികൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഇരിക്കുകയാണ്. വന്നിട്ട് എല്ലാ കുശലാന്വേഷണമൊക്കെ ആയിട്ട് സുദാമാവിൻ്റെ കയ്യിൽ ഒരു അവിൽപ്പൊതി ഉണ്ട്. അപ്പോൾ കണ്ട സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു വളയം പോലത്തെ മാല ഉണ്ട് കൃഷ്ണന്. മറ്റാൾക്ക് കാര്യമായിട്ടൊന്നുമില്ല, കീറിപ്പറഞ്ഞ ആ വസ്ത്രമാണ്. എന്നാലും വളരെ തേജസ്സുറ്റ ആ രൂപമാണ് കാണാനുള്ളത്. വളരെ മനോഹരമായിട്ടത് വരച്ചിട്ടുണ്ട്. ഇന്ന് പൊട്ടക്കുഴി കൃഷ്ണോദിക്കനാണ്. കളഭാലങ്കാരം ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട് ആ അലങ്കാരം. എല്ലാവരെയും എന്താ പറയുക, എത്ര ദരിദ്രരായാലും അവർക്കും ധനികന്മാരായ അവർക്കും, കാരണം മനസ്സുഖം കിട്ടണമെങ്കിൽ, ഐശ്വര്യം കിട്ടണമെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. അങ്ങനെ സോപാനപ്പടിയിൽ നിന്ന് കണ്ട് തൊഴുതോളൂ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ സപ്തമാതാക്കളെയും ഒക്കെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. വിഘ്നേശ്വരൻ്റെ അവിടെ ഇന്ന് ചുവന്ന പട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് മേലെ ചെവിയുടെ ഭാഗത്ത് രണ്ട് ഭാഗത്തും മഞ്ഞ കളറ് പട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ധാരാളം മാലയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ ഇങ്ങനെ മേൽശാന്തിൽ അവിടെ വന്ന് തൊഴാം. അവിടെ നിന്ന് നേരെ ഇങ്ങനെ കടന്ന് പോരുമ്പോൾ പത്മനാഭസ്വാമീനെ കാണാം. പത്മനാഭസ്വാമിയെ കണ്ട് തൊഴാം. നേരെ അങ്ങനെ കണ്ട് തൊഴുത് അവിടെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. അങ്ങനെ നമസ്കരിച്ച് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ മുരുകനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു വെറ്റിലമാലയുണ്ട്, ധാരാളം കുങ്കുമമുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ആ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന നമ്മളെ ആ പൊന്നുണ്ണിക്കണ്ണനെ, താമരക്കണ്ണനെ കണ്ടു തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ നൃത്തമണ്ഡപത്തിൽ നോക്കി തൊഴാം. അപ്പം നമ്മൾ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അവിടെ നോക്കി തൊഴുത് നേരെ ഇങ്ങോട്ട് പോരുക. അങ്ങനെ പോരുമ്പോൾ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. അവിടെയൊക്കെ ഇന്ന് അവിൽ നിവേദ്യത്തിൻ്റെ തിരക്കാണ്. ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഇനി നമ്മൾ എടത്തരികത്തുകാവിൽ അമ്മേനെ കണ്ടു തൊഴാം. എടത്തരികത്തുകാവിൽ അമ്മയെ കണ്ടു തൊഴുത് നേരെ ഇങ്ങോട്ട് പോരാം. നേരെ ഇങ്ങോട്ട് പോന്നിട്ട് നേരെ ഇവിടേക്ക് വന്ന് തൊഴാം. തൊഴുതിട്ട് ആ കൊടിമരം നോക്കിയിട്ട് തൊഴാം. മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. ഭഗവതിയെ കണ്ടു തൊഴാം. അങ്ങനെ ഭഗവതിയെ കൊണ്ട് തൊഴുത് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അങ്ങനെ തൊഴുത് ഇങ്ങനെ പോരാം. അങ്ങനെ പോന്ന് കൊടിമരം നോക്കി തൊഴുത് നേരെ മുന്നോട്ട് നടക്കാം. മുന്നോട്ട് നടന്ന് അയ്യപ്പസ്വാമീനെയും കണ്ടു തൊഴാം. ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് പ്രദക്ഷിണമായിട്ട് നേരെ പടിഞ്ഞാറ് നടയിൽ വന്ന് ആ ദീപസ്തംഭവും കൊടിമരമൊക്കെ കണ്ട് തൊഴാം. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജ നമ്മൾ കണ്ടു തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. എല്ലാവർക്കും കുചേല ദിനാശംസകൾ. ഹരേ കൃഷ്ണ.